എവിടെ വന്ന് കയറിയാലും കാണുന്ന ഒരു ഫോട്ടോ ഉണ്ട്, യൂസുഫ് സാറും സാറിന്റെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ. ഇത്രയും ആത്മബന്ധം അദ്ദേഹത്തിനോട് വരാൻ, അദ്ദേഹത്തിന് ഇത്ര ആത്മബന്ധം നിങ്ങളോട് വരാനുള്ള ഒരു കാരണം എന്തായിരിക്കും? യൂസുഫലി സാറിനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അത്ര ഒരു അഭിനിവേശമൊന്നുമില്ല. പലരും പറയുന്നുണ്ട് യൂസുഫലി സാർ സഹായിക്കും, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്നെ യൂസുഫലി സാറുമായിട്ട് ബന്ധപ്പെട്ട മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TK നായർ സാറുണ്ട്, പഞ്ചാബ് ചീഫ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴൊക്കെ ഇവിടെ വരുമായിരുന്നു. അദ്ദേഹം ഇത് കണ്ടിട്ട് എന്നോട് ഭയങ്കര സ്നേഹം കാണിക്കും. അദ്ദേഹം ഒരിക്കൽ യൂസുഫലി സാറുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവർ തങ്ങളെ വലിയ സൗഹൃദമാണ്. പറഞ്ഞു, യൂസുഫലി ഇങ്ങനെ ഒരു ഗാന്ധി ഭവനുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് പോയി കാണണം, ഒരുപാട് പഠിക്കാറുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വരാനിടയായത്. 2016 വന്ന് എന്തോ അപൂർവമായൊരു സഹോദര ബന്ധം പോലായി. ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ആലിങ്ങനെ ചെയ്യും. അദ്ദേഹം നമുക്ക് സഹായങ്ങൾ തന്നു. ഒരിക്കലും അദ്ദേഹം 5 കോടി രൂപ തന്നിട്ട് ഒരു കെട്ടിടം വെച്ചോളാൻ പറഞ്ഞു. അത് ഞാൻ തിരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞ്, ഇത് അങ്ങ് സ്വീകരിച്ചുകൊണ്ട് കെട്ടിടം പണി തന്നാൽ മതി. അത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കെട്ടിടം 5 കോടി മുടക്കി പണിയിക്കാനുള്ള അതിൻ്റെ അറിവും കപ്പാസിറ്റിയും എനിക്കില്ല. രണ്ടാമത്, എന്നും ആവശ്യങ്ങളേറെയാണ്. ചിലപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി പോകും. പിന്നെ ആളുകൾ പറയാൻ സാധ്യതയുണ്ട്, യൂസുഫലിയുടെ കാശ് കിട്ടിയിട്ട് ഈ കെട്ടിടം ചെറുതായിപ്പോയി. അതൊക്കെ എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയും ചീഫ് എഞ്ചിനീയറും ചുമതലപ്പെടുത്തി. പിന്നെ അദ്ദേഹം ഓരോ നിർമ്മാണവും അന്വേഷിക്കുമായിരുന്നു. കെട്ടിടം നിർമ്മിച്ചതിന് ശേഷം അദ്ദേഹം ഇവിടെ വന്ന് കണ്ടിട്ട് വേണമെങ്കിൽ കാണുന്നത് ചെയ്യാൻ, ഇത്ര മനോഹരമായിരിക്കണം. എന്നിട്ട് പോരായ്മകൾ പറഞ്ഞ് പിന്നെയും ചെയ്യിച്ചു. 15 കോടി രൂപ അദ്ദേഹം മുടക്കി. അപ്പോൾ ഇടയ്ക്കെല്ലാം വിളിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു കരുതൽ വെച്ചിട്ടുണ്ട്, ഒരിക്കലും അദ്ദേഹത്തോടൊന്നും ആവശ്യപ്പെടരുത്. അത് ഗാന്ധിഭവൻ സഹായിക്കുന്നവരോടൊന്നും നമ്മളൊന്നും ചോദിക്കത്തില്ല. അപ്പോൾ എന്തോ അദ്ദേഹം പ്രയാസമൊക്കെ മനസ്സിലാക്കുന്നത്. എനിക്ക് ഭയങ്കര കടുത്ത ഒരു പ്രതിസന്ധി ഉണ്ടായി. ഒരു പലചരക്കടയിൽ മാത്രം ഒരു 60 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധി ഉണ്ടായ ഒരു ദിവസം എന്നെ വിളിച്ച്, എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ നടക്കുന്നത്. എന്തെങ്കിലും എന്നോട് ആവശ്യപ്പെടാനുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. അതാണ് അങ്ങയുടെ പ്രാർത്ഥന മതി. അദ്ദേഹം എൻ്റെ പറഞ്ഞു, നിങ്ങൾ അല്ലെങ്കിലും ഒന്നും പറയത്തില്ല, പറ്റത്തില്ലേ മകനെ കൊണ്ട് പറയിച്ചാൽ മതി. അപ്പോൾ ഇവിടുന്നൊരു ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രം ഒരു മെസ്സേജ് അയച്ച് 1 കോടി രൂപ അദ്ദേഹം 1 കോടി രൂപയുടെ ഡ്രാഫ്റ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ എത്തിച്ചു തന്നത്. അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ നമ്മൾ ആരോടും ആവശ്യപ്പെടുന്നില്ല, അവർ സഹായിക്കുന്നു. അതോടെ ആ കടം തീർത്തു. പിന്നെ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, അമ്മമാർക്ക് നമ്മളൊരു വീട് വെച്ച് വിടുതല്ല, അച്ഛന്മാരൊക്കെ എങ്ങനെ ഇരിക്കുന്നത്? ഞാനപ്പോൾ പറഞ്ഞ്, അച്ഛന്മാർക്ക് ചെറിയ അസൂയൊക്കെ ഉണ്ട്. അമ്മമാർ വലിയ വീട്ടിൽ താമസിക്കുന്നു, അച്ഛൻ പിന്നെ ഇങ്ങനെ അസൂയൊക്കെ. അവർക്ക് സങ്കടമുണ്ടോ? ഞാൻ പറയാം, അവർ കാണും, വിഷമമൊക്കെ കാണും. എന്നാൽ നമുക്കൊരു കെട്ടിടം കൂടെ വെച്ചാലാ? ഞാൻ പൈസ തരാം, നിങ്ങൾ പോയി ഒരു കെട്ടിടം വെച്ചല്ലോ. ഞാൻ പറഞ്ഞു, ആ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും പ്രാപ്തിയായിട്ടില്ല, അങ്ങ് ചെയ്തു തരണം. അങ്ങനെ പ്ലാനെല്ലാം വരപ്പിച്ചു, കണ്ടു. 20 കോടിയുടെ ഒരു ബഡ്ജറ്റാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അപ്പോൾ ഈ ആദ്യം ചെയ്ത കെട്ടിടത്തിന് മെയിൻ്റനൻസിന് ഒരു വർഷം ഒരു മാസം 1 ലക്ഷം രൂപ വീതം അദ്ദേഹം തരുന്നു. അതിന്നും കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇത്രയും വലിയ കെട്ടിടമൊക്കെ വെച്ചപ്പോൾ നമ്മുടെ ബാധ്യത കൂടുകയാണ്. കാരണം ഇത് പരിപാലിക്കാൻ ഒരുപാട് എക്സ്പെൻസ് വേണ്ടി വരും. പിന്നെ ഒരുപാട് പേര് ഇത് അറിഞ്ഞുകൊണ്ട് വന്നു ചേരുന്നു. എങ്കിലും ഇത് എന്നും ഒരു അസറ്റാണല്ലോ. എൻ്റെ ഒരു കാലം കഴിഞ്ഞാലും ഇവിടെ എൻ്റെ മകനും അടക്കം ഒരു നല്ല ടീം ഇവിടെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞാലും എന്നും ഈ അഭയം തേടി വരുന്നവർക്ക് ആശ്രയമാകുമല്ലോ. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഡിമാൻഡും വെച്ചില്ല. വസ്തു ഉണ്ടോ, അതിനെല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ടോ, ഇത്രയും കാര്യമുള്ളൂ. അദ്ദേഹം ആ പേര് വയ്ക്കണമെന്ന് പറഞ്ഞില്ല, ഇത് എനിക്ക് അവകാശം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞില്ല.
നിങ്ങൾ അർഹതയുള്ളവർ മാത്രമേ ഇവിടെ എടുക്കാവൂ. ഉം. ഈ വലിയ കെട്ടിടം വന്നുകൊണ്ട് ചില ആളുകളൊക്കെ തള്ളിവിടും, അങ്ങനെ എടുക്കരുത്, അർഹതയുള്ളവരെ. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ രീതികൾ പിന്നെ അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കിയപ്പം യഥാർത്ഥത്തിൽ എല്ലാം അറിയുന്ന ഒരു മനുഷ്യനല്ലേ. നമ്മൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിച്ചാൽ എന്തും ആകാൻ കഴിയും. വളരെ കഷ്ടപ്പെട്ടു, പ്രതിസന്ധികളെ നേരിട്ട്, പ്ലാനിങ്, ഇത്രയും അധികം സാമ്പത്തിക പ്ലാനിങ്ങുള്ള ആരുണ്ട് ഇന്ന്? നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമില്ലേ, ഏത് രാജകുടുംബത്തിലും അദ്ദേഹത്തിന് കയറിച്ചെല്ലാം. ഇന്ത്യയുടെ ഒരു അനൗദ്യോഗിക അംബാസഡറായി മാറാൻ ഒരു മലയാളിക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പം ആ ഒരു സ്നേഹമുണ്ട്. പിന്നെ എന്നെയും അദ്ദേഹം വിളിക്കുമ്പോൾ സോമരായൻ സാറേ എന്നാണ് വിളിക്കുന്നത്, അല്ല സാധാരണ നിലയിൽ. അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ സഹപ്രവർത്തകർ, അദ്ദേഹത്തെ ജീവനക്കാരെ പോലും ആ നിലയിലൊരു മനുഷ്യന് മാറാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് മഹാ അത്ഭുതമാണ്. അതുകൊണ്ടാണ് എനിക്കത്തെ അദ്ദേഹത്തിന്. പിന്നെ ഞാൻ ഏറ്റവും കാണാൻ ആഗ്രഹിച്ചിരുന്ന അബ്ദുൽ കലാം സാറിനെ, ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം എവിടെ എത്തുന്നോ കേരളത്തിൽ ഞാനവിടെ പോവും. ഇപ്പോൾ പോലീസുകാരുടെ പലയും ഭേദിച്ച് എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചു, ഞാൻ അദ്ദേഹത്തിന് എഴുതി, പലതവണ എഴുതി. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായത്, ഒരു അനുഗ്രഹമായി. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഒരു നല്ല ജീവകാരുണ്യ പ്രവർത്തകൻ. ഞാൻ സത്യത്തിൽ ഞാൻ ഇത് പറയല്ല, ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഏത് വന്നാലും സ്വീകരിക്കുക. പുരസ്കാരങ്ങളൊക്കെ ധാരാളം ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഞാൻ ഒരുപാട് തിരസ്കാരങ്ങളെയാണ് ആദ്യം സ്വീകരിച്ചിരുന്നത്. അപ്പോൾ തിരസ്കാരങ്ങളെയും സന്തോഷത്തോട് സ്വീകരിക്കുക, സഹനത്തോട് സ്വീകരിക്കുക. എന്നോട് വെറുതെ ശത്രുത കാണിച്ച ആളുകളെയും ഉപദ്രവിച്ച ആളുകളെയൊക്കെ അവരെ സ്നേഹിക്കുക. അവരെ എല്ലാം ഞാൻ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ആരോടും പ്രതികരിക്കാതിരിക്കുക. ഈ ഒരു ഗുണങ്ങളൊക്കെ കിട്ടി. കലാം സാറിൻ്റെ ഒരു ആലിംഗനം എന്നെ വളരെ ശക്തനാക്കിയിട്ടുണ്ട്. ഒരത്ഭുത മനുഷ്യൻ. അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പുണ്യമാണ്. പിന്നെ നമ്മുടെ ഒരു വലിയ തിരുമേനി ഉണ്ടല്ലോ, ഫലിതത്തിൽ സംസാരിക്കുന്ന ക്രിസോസ്റ്റം വലിയ തിരുമേനി. തിരുമേനിയും എനിക്ക് വലിയ പ്രചോദനം. അദ്ദേഹം ഇതുവഴി യാത്രയും ഇവിടെ വരും. ഇവിടുത്തെ കുട്ടികളായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ. അതൊക്കെ ഒത്തിരി അനുഭവങ്ങൾ കിട്ടി. അതുകൊണ്ട് നമുക്ക് സമ്പത്തല്ല, സമ്പത്ത് വേണം ജീവിക്കണമെങ്കിൽ, അതിനപ്പുറം മാനവീയത ഉയർത്തിപ്പിടിച്ചാൽ, മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിച്ചാൽ, മറ്റുള്ളവരോട് അനുകമ്പയൊന്നും നമുക്ക് വേണ്ട. അവരും നമ്മൾ ഒന്നാണെന്ന് കണ്ടാൽ മതി, ഇല്ലേ? നമുക്ക് ഇപ്പം ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരു ഔദാര്യമായിട്ട് കണ്ടാൽ പോയി, അദ്ദേഹത്തിൻ്റെ അവകാശം, ഇല്ലേ? നമുക്ക് എല്ലാവർക്കും ഈ ഭൂമിയിൽ ഒരേപോലെ അനുഭവിക്കാനുള്ള അവകാശമുള്ളവരാണ്. ഏറ്റക്കുറച്ചിലുണ്ടാകുന്ന ചിലർ കൈ കിട്ടുന്നത് കൊണ്ട് വലിയ ഭാഗം കാണിക്കുന്നു, വലിയ ജാട കാണിക്കുന്നു, മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോകുന്നു. എന്നാൽ യൂസുഫലിയെ പോലെയുള്ള ആളുകൾ ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നു. ജനങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിനെ കാണാൻ ചിലപ്പം പറ്റിയെന്നിരിക്കത്തില്ല, പക്ഷേ ഒരാളുടെ വേദന അറിഞ്ഞാൽ അദ്ദേഹം അതാണത്. പക്ഷേ അതൊരു വലിയ വ്യക്തിത്വം. അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അത്രയും എത്തുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ നമ്മൾ സാധാരണ നിലയിൽ കാണുമ്പോഴേ എല്ലാവരും പറയുന്നുണ്ട്, ഈ നാടൊരിക്കലും നന്നാകത്തില്ല, അല്ല ഇത് ഇവിടെ ശരിയല്ല. പക്ഷെ അത് തെറ്റാണ്. നമ്മുടെ നാട്ടിൽ പണ്ടത്തേക്കാൾ നന്മ കൂടിയിട്ടുണ്ട്, ഒരുപാട് നന്മയുണ്ട്. എന്നാൽ തിന്മകളും ഉണ്ട്. തിന്മയുടെ രീതി വളരുന്നുണ്ട്, നന്മ വളരെ വേഗത്തിൽ വളരുന്നു. പക്ഷെ നമ്മൾ നോക്കുന്നിടത്തൊക്കെ ഈ തിന്മ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കാണാൻ കഴിയുന്നില്ല. അങ്ങനൊരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് നമ്മൾ തിന്മകളെ മൈൻഡ് ചെയ്യാതെ നന്മകളെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോൾ ഒരു തിന്മ വന്നാൽ, ഒരു തിന്മ വാർത്ത വന്നാൽ നമ്മളതിൻ്റെ പുറകെ പോവും. മനുഷ്യനത് കാണാനും കേൾക്കാനുമാണ് ആഗ്രഹം, നല്ലതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കുറേയൊക്കെ നല്ലതിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ അങ്ങനെയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഒരു സൈഡ് തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അല്ലേ? വ്യക്തിഹത്യയായാലും വ്യക്തിത്വമായി. എന്നാൽ ഒരു ഭാഗം ഒരുപാട് പോസിറ്റീവുകൾ, ഒരുപാട് നന്മകളെ സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുന്നു. അതൊരു വലിയ പ്രത്യാശയാണ്.